നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളൊരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നമ്മൾ ബിസിനസ്സിൽ വിജയിക്കും, ഏത് ബിസിനസ്സോ ആയിക്കോട്ടെ, ഹോട്ടലാവാം, തുണി തയ്ക്കുന്നതാവാം, ഓഫീസാവാം, പല പല ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ബിസിനസ് വിജയത്തിന് 100% നമ്മളെ സ്റ്റാഫുകളായിരിക്കും മുഖ്യ പങ്ക് വഹിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഈ ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്താൽ 100% നമുക്ക് ബിസിനസ്സിൽ ബെനിഫിറ്റ് നേട്ടങ്ങളുണ്ടാവും. അതായത് നമ്മളൊരു ടീം വർക്ക്, ഒത്തൊരുമയോടെ വർക്ക് ചെയ്താൽ 100% നമുക്ക് അതിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ടാവും. സംഭവം ഒരു ഓഫീസ് എടുത്താലും ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും, ഡ്രൈവർമാരുണ്ടാവും, ക്യാഷർ ഉണ്ടാവും, പല പല ലെവലിൽപ്പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ MD എന്നൊരു ലെവലിൽ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ ഒരേ പോലെ കാണുക, വലിപ്പ ചെറുപ്പമൊന്നുമില്ലാതെ ഒരേ ലെവലിൽ നമ്മൾ ഡീൽ ചെയ്യുക. അതായത് നമുക്ക് ആ സ്ഥാപനത്തിൽ രാവിലെ എണീച്ച് അവിടെ ജോലി ചെയ്യാൻ എത്തണം എന്നുള്ള ഒരു ചിന്താഗതി ഓരോ സ്റ്റാഫിനും ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത് കറക്റ്റ്, അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സാലറി, അവരെ ഡിപ്പാർട്ട്മെൻറ്റിന് അവരെ കാറ്റഗറി അനുസരിച്ചായിരിക്കും സാലറി കൊടുക്കുന്നത്. കറക്റ്റ് മന്ത് എൻഡ് 30 31 മാസങ്ങൾ കൊണ്ട് കറക്റ്റ് എമൗണ്ട് അവർ ഈവനിങ് അവർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഞാനൊക്കെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളൊക്കെ എന്ന് വെച്ചാൽ, ഞാൻ മാരുതി പോപ്പുലറായിരുന്നു. പക്ക 31 തീയതി ആകുമ്പോൾ നമുക്ക് സാലറി ക്രെഡിറ്റ് ആവും. നമുക്ക് ആരെയൊന്നും ധൈര്യത്തിൽ കടം വാങ്ങിക്കാം. 31 വൈകുന്നേരം തരാമേ. അതുപോലെ തന്നെ 15 തീയതി ഇൻസെൻറ്റീവ്, ലാഭത്തിൻ്റെ ഒരു വിഹിതം, അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ ജോലി ചെയ്തതിൻ്റെ അത്രയും പ്രഷർ ആവാം, ആ ജോലി ചെയ്തതിൻ്റെ ഒരു വിഹിതം ആ സാലറി ബേസിൽ നമ്മൾ അക്കൗണ്ടിൽ വരുമ്പം ഭയങ്കര സന്തോഷമാണ്. എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, വേറെ പല സമയം വർക്ക് ചെയ്തു, പക്ഷേ അവിടെ സാലറി 3, 5, 10 തീയതി വരെ ആവും. അത് ഭയങ്കര നെഗറ്റീവ് എന്ന് ഞാൻ പറയുള്ളൂ. കറക്റ്റ് സാലറി 1 തീയതി അല്ലെങ്കിൽ 31 തീയതി ഈവനിങ് നമ്മൾ അക്കൗണ്ടിൽ വരുമ്പം പക്ക നമുക്ക് പോസിറ്റീവ് എനർജി വരും. ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ്, ഇപ്പം ഞാൻ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ എൻ്റെ സ്റ്റാഫുകളത്ത് ഞാൻ ബിഹേവ് ചെയ്യുമ്പോഴായിരിക്കും അവർ തിരിച്ച്, എന്ന് വെച്ചാൽ അവരെ മനസ്സിൽ നിന്നും ഉണ്ടാവണം, ഇത് നമ്മുടെ സ്ഥാപനമാണ്, ഇത് വളരെ ഉയരങ്ങളിൽ എത്തണം, നമുക്ക് ഒരുമിച്ച് ടീം വർക്കാണ് എല്ലാ ബിസിനസ്സായാലും വിജയിച്ചിട്ടുള്ളത്. അവരെ സ്വന്തം സ്ഥാപനം പോലെ അവർക്ക് ഫീൽ ചെയ്യണം. അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുക, അല്ലാതെ നിസ്സാര കേസിന് അവരുടെ അടുത്ത് വഴക്ക് പറയുക, എന്ന് വെച്ചാൽ അവരെ നമ്മളെ സ്റ്റാഫല്ലെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുക, ക്ലീനിങ് സ്റ്റാഫിന് അല്ലെങ്കിൽ ഡ്രൈവർമാരെ അവരുടെ അടുത്തൊക്കെ മോശമായിട്ട് സംസാരിക്കുക. അവരൊക്കെ നമ്മളെ വിജയത്തിൽ പങ്കുവയ്ക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ വിജയമായിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ലാഭത്തിൻ്റെ ഒരു വിഹിതം, ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലും അവിടെ ലക്ഷങ്ങളൊന്നും വാരി വിരിച്ചിട്ട് ഒരു കാര്യമില്ല. ജോലി ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ ഒരു വിഹിതം 500 അതവർക്ക് ഒരു 15 തീയതി 20 അടുപ്പിച്ച് അവർ അക്കൗണ്ടിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പോസിറ്റീവ് എനർജി ഉള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു, നമുക്ക് അതിനുള്ളൊരു ബ്ലെസ്സിങ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മളെ പൈസ കൊണ്ടാണല്ലോ അവരൊരു ഫാമിലി കഴിയുന്നത്, അവരെ മക്കളെ പഠിപ്പിക്കുന്നത്, പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? എവിടെ വർക്ക് ചെയ്യുന്നത്? ഇന്ന സ്ഥാപനത്തിലാണ്. പക്ഷേ അവർ പറയുന്ന ഓരോ വാക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് 31 തീയതി സാലറി കിട്ടും, ലാഭത്തിൻ്റെ വിഹിതം സാറ് നമുക്ക് തരുന്നുണ്ട്. അവരെ ബ്ലെസ്സിങ്. ജസ്റ്റ് ഒരു ചായക്കട എടുത്ത് നോക്കിയാണ്, ഇവിടുത്തെ ചായക്കട പോലെ ബ്രാഹ്മിൻസ് ഹോട്ടൽ. ഞാൻ ലോകം ചുറ്റും സഞ്ചരിക്കുന്നത് ഞാൻ സംസാരിക്കും. അതായത് രാവിലെ ഇവർ ചായ അടിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ചായ വയ്ക്കും, പിന്നെ എല്ലാ സ്റ്റാഫുകൾക്കും ചായ കൊടുക്കും. പട്ടിണി ഇരുന്ന് ജോലി ചെയ്യല്. അവിടുത്തെ സ്റ്റാഫുകൾ കഴിച്ചിട്ടേ ബാക്കി വരുന്ന ആൾക്കാർക്ക് ഇവർ വിളമ്പത്തുള്ളൂ രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് അവിടുത്തെ സ്റ്റാഫുകൾ ഫുൾ കഴിച്ച് വയറൊക്കെ ഫുള്ളായ ശേഷം അടുത്ത സപ്ലൈ ഉള്ളൂ. വൈകുന്നേരം ആയാലും രാത്രി ആയാലും ഇതുപോലെയാണ് സംഭവിക്കുന്നത്. ഡെയിലി ഉള്ള വേതനം അവർക്ക് അന്നേ വൈകുന്നേരം അവർക്ക് കൊടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ബ്ലെസ്സിങ്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബ്ലെസ്സിങ്. നമ്മൾ ഇവിടുത്തെ ഹോട്ടലിൽ കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം. കാര്യം എന്ന് വെച്ചാൽ വെളിയിലൊക്കെ പാവപ്പെട്ട ഈ വയസ്സായ ആൾക്കാരൊക്കെ നിന്ന് ബോർഡ് വെച്ചിട്ട് ആൾക്കാരെ വിളിച്ച് കെട്ടുന്ന പരിപാടി, അവരൊക്കെ വിഷം നിറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഉച്ചയ്ക്ക് ആയാലും രാവിലെ ആയാലും യൂണി സമയമൊക്കെ കഴിഞ്ഞിട്ട് അവർ 3:30 4 മണിക്ക് കീഴിൽ വല്ല ഭക്ഷണവും കഴിക്കുന്നത്. അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും വിജയം വരില്ല. നമുക്ക്
എപ്പോഴും ബ്ലെസ്സിങ് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് മൈൻഡ് വരണമെങ്കിൽ ഈ ഒരു പാത പിന്തുടരുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്, നിങ്ങൾ ഒരു വിരൽ സ്പർശം മതി. ഓക്കെ, താങ്ക് യു.